മാനസിക രോഗമാണ് ഊഹം. അങ്ങനെയാണ് അവൻ ചെയ്തത്, ഇങ്ങനെയാണ് അവൻ വിചാരിച്ചത് എന്നൊക്കെ ഊഹിച്ച് പറയുന്നത് എത്രയോ കുടുംബങ്ങളിൽ അത് അകൽച്ചയും വിള്ളലും ഉണ്ടാക്കിയത്, പിന്നീട് ഒരിക്കലും ഐക്യപ്പെടാത്ത രൂപത്തിൽ അകന്നു പോയതുമൊക്കെ വർത്തമാനകാലത്ത് നമുക്ക് കാണാൻ കഴിയും. സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് രണ്ടാളുകൾ വന്നു. അവർക്ക് വേണ്ടത്ര വിഭവങ്ങൾ ഒരുക്കാൻ ഒന്നും കഴിയാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നബിയെ സഹായിക്കുന്ന ഉസാമത്ത് ഇബ്നു സെയ്ദ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് വല്ലതും സൂക്ഷിപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയി. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്തൊന്നുമില്ല എന്ന് മറുപടി അയച്ചു. അപ്പം അവിടെ പോയിട്ടും ഒന്നും കിട്ടാതെ ഈ വന്ന ആൾക്കൊന്നും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. പഴയ സൽമാൻ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്ന ആളുകൾ പറഞ്ഞു, ഇല്ലാഞ്ഞിട്ടൊന്നാവില്ലേ, അങ്ങനെ ഒരു മനുഷ്യനെ ഇവിടെ ഒട്ടും ഇല്ലാതെക്കുവോ, പിശുക്കത്തരം കൊണ്ടായിരിക്കും തരാത്തത് എന്നാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉസാമത്തിനെ കുറിച്ചും സൽമാൻ റളിയല്ലാഹുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഉസാമയുടെ അടുത്തേക്ക് ഒന്നുകൂടി ചെന്നു. എന്തിന്? കുറേ കുത്തി കുത്തി ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ട്, ഞാൻ കൊടുത്തിട്ടില്ല, അത് കൊടുത്താൽ പിന്നെ തിരിച്ചു കിട്ടൂല, ഇത് കൊടുക്കാമെന്നാണെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലോ, അപ്പോൾ അവരുടെ വാദം സ്ഥാപിക്കാലോ. അതിന് വേണ്ടിയിട്ട് അവർ വീണ്ടും ഒരു ചാരപ്പണി എടുക്കാൻ വേണ്ടിയിട്ട് ഉസാമയുടെ അടുത്തേക്കാണ് ഈ രണ്ടാളുകൾ ചെല്ലുന്നത്. എന്നിട്ട് അവർക്കൊന്നും കിട്ടിയതൊന്നുമില്ല. പക്ഷെ അവരൊരു പ്രസ്താവന നടത്തിയതാണ് എന്ത്? അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടായിട്ടും പിശുക്കിയിട്ട് തരാതിരിക്കുകയാണ് എന്ന്. അങ്ങനെ അവരെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുണ്ട്, നിങ്ങളെ ഒരു പച്ചിറച്ചി തിന്നതായിട്ട് നിങ്ങളെ ചുവയ്ക്കുന്നുണ്ടല്ലടാ. ഈ രണ്ടാളുകളെ കണ്ടപ്പോൾ നബി പറയാണ്, നിങ്ങൾ ഈ പച്ച ഇറച്ചി തിന്നതിൻ്റെ ചോരയും ഇതുമൊക്കെ ഉണ്ടാവുമല്ലോ വായിൽ, അക്കാലത്തിൽ നിങ്ങളെ വായിലൊക്കെ ഒരു പച്ചിറച്ചി തിന്ന അടയാളം കാണുന്നുണ്ടല്ലോ എന്ന് അവരെ കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു. അവർ വല്ലാഹി മാ അക്കൽനാ ഫീ യൗമിനാ ഹാദാ ലഹ്മ, വല്ലാഹി പടച്ചോനാണ്, ഞങ്ങൾ ഇറച്ചിയൊന്നും തിന്നിട്ടില്ല, ഒന്നും തിന്നാൻ കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, പിന്നെ ഞങ്ങൾ ഇറച്ചി തിന്ന പോലെ എന്ന് പറഞ്ഞാൽ ഉസാമയുടെയും സൽമാന്റെയും ഇറച്ചിയാണ് ഇവർ തിന്നത് എന്നർത്ഥം. ഇതാണ് റസൂലുള്ളാഹി സൂചിപ്പിച്ചത്. മനുഷ്യർ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഊഹിക്കുക. ഒറ്റ ഉദാഹരണം പറയാം. ഒരാറാബി നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ ഭാര്യ ഒരു കറുത്ത കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്, എൻ്റെ ബാക്കിയുള്ള കുട്ടികളൊക്കെ വെളുത്തതാണ്, അതുകൊണ്ട് എൻ്റെ ഭാര്യ ഇത് അവിഹിതമായി ഉണ്ടായതാണോ ഈ കുട്ടി എന്ന് എനിക്ക് സംശയമുണ്ട് എന്നർത്ഥം, ഇത് എൻ്റെതല്ല എന്നർത്ഥം. ഇതാണ് ഭാര്യയെക്കുറിച്ച് സംശയിക്കാനേക്ക് വേറെ രേഖയൊന്നുമില്ല, വേറെ സാഹചര്യ തെളിവുകളോ ഒന്നും മൂപ്പരടുത്തില്ല. മൂപ്പരടുത്ത് ആകെയുള്ള എന്താ വെച്ചാൽ ഈ ഉണ്ടായ കുട്ടി കറുത്തതാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒട്ടകണ്ടോയെന്ന് ചോദിച്ചു. ഒട്ടകണ്ട്. എന്താ കളർ ചോദിച്ചു. ചുവപ്പാണ്. അതിന് കുട്ടികളുണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ട്. അതെന്താ കളറ്? അതൊരു ചാരവർണ്ണാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടായിന്ന് ചോദിച്ചു. അതതിൻ്റെ പാരമ്പര്യത്തിൽ വന്നതായിരിക്കും. ചുവന്ന ഒട്ടകത്തിന് ചാരവർണ്ണമുള്ള കുട്ടി ഉണ്ടാവാലോ. എന്നാൽ ഇതും അതിൻ്റെ പാരമ്പര്യമായിരിക്കും എന്നാണ് റസൂലുള്ളാഹി. ഏതൊരു വല്യാപ്പ, ഏതൊരു ജീന്, ഏതൊരു DNA കോശം കറുത്തതുണ്ടാവും, അങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അതിൻ്റെ പേരിൽ ഭാര്യയെ സംശയിക്കേണ്ടതില്ല എന്നാണ് ആ സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞ ഊഹങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പല രൂപത്തിലാണ്. അതുകൊണ്ട് അല്ലാഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻനി, ഊഹങ്ങൾ മിക്കതും വെടിയുക, ഇന്ന ബഅദൽ-ളൻനി ഇസ്മൻ,
ഊഹങ്ങളിൽ ചിലത് കുറ്റകരമായി തീരുകയും ചെയ്യും. അപ്പോൾ എന്നാൽ ചില ഊഹങ്ങൾ കുറ്റകരമല്ലാതാവും. കാരണം എന്താ അറിയുക, അള്ളാഹ് തന്നെ പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആരോപണം പ്രചരിപ്പിച്ചു. ഖുറൈശികളുടെ കൂട്ടത്തിലെ കപടന്മാരായ ആളുകളും അല്ലെങ്കിൽ ആ നാട്ടിലെ മദീനയിലെ കപടന്മാരും ജൂതന്മാരും മുസ്ലിങ്ങൾ ചില പാവങ്ങളായ ആളുകളൊക്കെ അത് ഏറ്റെടുത്തു. അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ലൗല ഇത് സമിഅ്തുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബിഅൻഫുസിഹിം ഖൈറ. എന്തേ വിശ്വാസികൾ നല്ലത് വിചാരിക്കാഞ്ഞത്? അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ ആയിഷാ ബീവിയുടെ പേരിൽ ഇങ്ങനെ സഫ്വാന്റെയും പേരിൽ ഇങ്ങനെ ഒരു ആരോപണം പ്രചരിപ്പിക്കുമ്പോൾ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, നബിയുടെ ഭാര്യയാണ്, വിശ്വാസികളെ മാതാവാണ് അവരങ്ങനെ ചെയ്യൂല എന്നല്ലേ നിങ്ങൾ വിചാരിക്കണ്ടേ? എന്തേ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചത് എന്ന് ഖുർആൻ ചോദിക്കുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഹുസ്നുൽ ളന്നി മിനൽ ഇബാദ എന്നാണ്. നല്ല വിചാരം ഒരു ആത്മീയതയാണ്, അതൊരു ആരാധനയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരാണിനെയും പെണ്ണിനെയും ഇങ്ങനെ കാണുമ്പോഴേ, ഇപ്പൊ ബീച്ചിൽ ഇങ്ങനെ അവരിങ്ങനെ ഇരുന്ന് സ്വറ പറയാചരിക്കുക കണ്ടോ, എവിടുന്നോ ചാടിച്ചു കൊണ്ടുവന്നായിരിക്കും. അല്ലെങ്കിൽ പോൻ്റെ ഭാര്യയാണ് ഇപ്പം അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഉത്തർക്കണോ എന്നൊക്കെ നമ്മൾ വെറുതെ തോന്നണ്ട. ആങ്ങളും പെങ്ങളെന്ന് വിചാരിച്ചൂടെ? അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും എന്തിനാ നമ്മൾ വേണ്ടാത്ത വിചാരിക്കുന്നത്? നല്ലത് വിചാരിക്കുക. അതാ അള്ളാഹ് പറഞ്ഞ വാക്ക്, നിങ്ങൾക്ക് നല്ലത് വിചാരിച്ചുകൂടെ എന്നാണ്. കാരണം എന്താ, നിങ്ങൾ നമ്മൾ ഉത്തമരാണെന്നും മറ്റുള്ളവരൊക്കെ മോശക്കാരാണെന്ന് തോന്നുമ്പോഴാണ് ഈ ദുർവിചാരം വരിക. ഓല് മോശമാണ്, അതുകൊണ്ട് ഓൻ അങ്ങനെ ചെയ്യുള്ളൂ, ഓലങ്ങനെ പ്രവർത്തിക്കുള്ളൂ, ഓലങ്ങനത്തെ കൊണ്ടുവരുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഉയർന്ന ആളാണെന്നും നമ്മളിൽ അങ്ങനെയൊന്നും സംഭവിക്കൂല എന്നും ഇവരങ്ങനെയാണ് സംഭവിക്കുക എന്നും ചിന്തിക്കുന്ന ഒരവസ്ഥ. യഥാർത്ഥത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വിശ്വാസികൾ എപ്പോഴും സൽചിന്തകളുടെ ഭാഗത്തായിരിക്കണം, ഊഹങ്ങളല്ല. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ പറയുന്നുണ്ട്, വലീദ് ബിൻ ഉഖ്ബ എന്ന് പറഞ്ഞ സഹാബിയെ ബനൂ മുസ്തലഖ് ഗോത്രത്തിലേക്ക് സക്കാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അതായത് അവിടെ ഭൂമി അവിടുത്തെ ആളുകൾക്ക് തന്നെ കൊടുത്ത് അവർക്കുണ്ടാകുന്ന ഉൽപ്പന്നത്തിന് ഇത്ര വിഹിതം മുസ്ലിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കാമെന്ന വ്യവസ്ഥയിലാണ് കൊടുത്തത്. ആ പറഞ്ഞ വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഉഖ്ബത്ത് ബിൻ ആമിറിനെ പറഞ്ഞയക്കുന്നത്. അപ്പം നബിയുടെ ദൂതൻ നമ്മുടെ വിഹിതം വാങ്ങാൻ വരുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞപ്പോൾ അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ദൂരേന്ന് ഇദ്ദേഹം ഇങ്ങനെ വരുന്നത് അവർ കണ്ടു. ആ വരുന്നത് കണ്ടപ്പോൾ അറബികളുടെ പാരമ്പര്യമായ വാളും പരിചയമൊക്കെ എടുത്ത് അവർ പരമ്പരാഗതമായ രൂപത്തിൽ അയാളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുമ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വലീദ് ബിൻ ഉഖ്ബക്ക് തോന്നി, ഓല് പറഞ്ഞ വിഹിതം തരാതെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുമ്പെട്ടിരിക്കുകയാണ്. നോക്കണം നിങ്ങൾ, വെറുതെ ഊഹം മനസ്സിൽ വന്നതാ. അവർ പണ്ട് എന്നോട് ദേഷ്യമുണ്ട്, ആ ദേഷ്യം പോലെ തീർക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ഓലിപ്പോൾ പറഞ്ഞ പൈസ തരാനല്ല. എന്നിട്ട് അദ്ദേഹം പോകാതെ നബിൻ്റെ അടുത്തേക്ക് തിരിച്ചുപോയി. തിരിച്ച് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ നിങ്ങൾ, നബിയെ, അവർ നിങ്ങൾ നിശ്ചയിച്ച വിഹിതം തന്നില്ല എന്ന് മാത്രമല്ല, അവരെന്നോട് യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. എന്താണ് ഊഹണ്ടാക്കുന്നൊരു പ്രശ്നം ആലോചിച്ച് നോക്കുങ്ങൾ. ഇയാൾ ഊഹിച്ചതാണ്. ദൂരേന്ന് അവരിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇയാൾക്ക് തോന്നി യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ അത് കേട്ടപ്പോൾ റസൂലുള്ളാഹ് ചെയ്ത കരാർ ലംഘിക്കുകയാണ്. അവരുടെ ഉൽപ്പന്നത്തിന്റെ ലാഭത്തിന്റെ ഇത്ര ശതമാനം മുസ്ലിങ്ങൾക്ക് കൊടുക്കാമെന്ന കരാറിലാണ് അവർക്ക് ഈ ഭൂമി തിരിച്ചേൽപ്പിക്കുന്നത്. എന്നിട്ട് അവർ കൊടുക്കാതെ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാലോ? പിന്നെ റസൂലുള്ളാഹ് ഖാലിദ് വലീദിനെ പറഞ്ഞയക്കുന്നത് യുദ്ധം ചെയ്ത് ഫലമായി പിടിച്ചടക്കി കൊണ്ടുവരാൻ. അപ്പൊ ഒരു യുദ്ധത്തിന് പോകുന്ന രൂപവും ഒരു വിഹിതം വാങ്ങാൻ പോകുന്ന രൂപവും രണ്ടും രണ്ടായിരിക്കുമല്ലോ. ഖാലിദ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ അവർ വെച്ചു, എന്ത്, ഞങ്ങളുടെ അടുത്തേക്ക് ആള് വരുന്ന ഇതുവരെ വന്നില്ലല്ലോ, ഞങ്ങളെ കാത്തിരിക്കാനുള്ള കൊടുക്കാൻ വേണ്ടി.
അപ്പോഴാണ് അള്ളാഹ് ഈ ആയത്തിറക്കുന്നത്, വിശ്വാസികളെ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, അത്തരം വല്ല വാർത്തകളുമായിട്ട് ആരെങ്കിലും വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കണം. അവിടെ ഫാസിഖ് എന്ന് പറഞ്ഞത് നമ്മൾ തമ്മാടി എന്നൊക്കെ അർത്ഥം പറയും ശരിക്കും. അങ്ങനെയല്ല, സത്യാവസ്ഥ അറിയാതെ വാർത്ത പറഞ്ഞ ആളെന്നേ അവിടുത്തെ ഉദ്ദേശമുള്ളൂ. ഒരു അധാർമിക പ്രവർത്തനമാണല്ലോ ചെയ്ത്. കാണാത്ത ഒന്നും ഇല്ലാത്ത ഒന്നും ഉണ്ടെന്ന് പറയലാണല്ലോ സത്യത്തിൽ അധർമ്മം എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, അൻ തുസീബു ഖൗമം ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഒരു ജനതയെ തെറ്റിദ്ധരിക്കാനും പിന്നീട് ചെയ്ത പ്രവർത്തനത്തിന്റെ പേരിൽ ഖേദിക്കാനും കാരണമാവും. അതിന് ഊഹങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവരുത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അല്ലാഹു തആല പറഞ്ഞു, ഊഹം കണ്ട് പറയുക എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ ലാ യുഗ്നി മിനൽ ഹഖ് ശൈഅൻ, ഊഹങ്ങൾ സത്യത്തിലേക്ക് എത്തുകയില്ല. അതൊരു സത്യമാവണ്ടേ. നമ്മൾക്ക് ആ സാഹചര്യം നമ്മൾ ചിലപ്പോൾ ഒത്താ പറയുന്നത്, ഞാൻ അന്നേ പറഞ്ഞില്ലേന്നോ, ഞാൻ അന്നേ എന്നോട് പറഞ്ഞില്ലേന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഊഹിച്ച് പറയാനേ വിശ്വാസികൾക്ക് പാടില്ല എന്നാണ് അല്ലാഹ് സൂചിപ്പിക്കുന്നത്. അത് ഹക്കിലേക്ക് എത്തുകയില്ല എന്നും സൂചിപ്പിച്ചു. അല്ലാഹു തആല പറഞ്ഞു, ഈ യത്തബിഊന ഇല്ലല്ലന്ന വഇൻഹും ഇല്ലാ യഹ്റൂൻ. ലന്നാണ്, ഊഹമാണ് മതത്തെക്കുറിച്ച് അവർക്കുള്ളത്. അങ്ങനെ നമ്മൾ ഇന്ന ആള് നമ്മളെ സഹായിക്കും, മതത്തിന്റെ കാമ്പ് തന്നെ ഊഹായുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. ലാത്ത നമ്മളെ സഹായിക്കും, ഉസ നമ്മൾക്ക് വേണ്ടി ശുപാർശ പറയും, മൊയ്തീൻ ഷേഖ് നമ്മളെ നരകത്തിൽ നിന്ന് അകറ്റും. ഇങ്ങനെ മതം ഒരു ഊഹമായി മാറുകയും ആ ഊഹത്തെ പിന്തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ മതത്തിന്റെ അടിസ്ഥാനം ആളുകളിൽ നിന്ന് അകന്നു പോകും. പഴയ കാലത്തെ ആളുകൾക്കുണ്ടായിരുന്ന മതത്തെക്കുറിച്ചുള്ള ചില ഊഹങ്ങളായിരുന്നു എന്നല്ല പറയുന്നുണ്ട്. ഇങ്ങനെ ഒന്നുകൂടി പറയുന്നത്, ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും വആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നൽകിയ ഒരു പേരാണ്. അയാൾക്ക് ഇന്ന കഴിവുണ്ട്, ഇയാൾക്ക് ഇന്ന സിദ്ധിയുണ്ട്, അയാൾക്ക് ഇങ്ങനെ ഉപകാരം ചെയ്യാൻ കഴിയും, അയാൾക്ക് ഇങ്ങനെ ആളുകളെ സ്വർഗത്തിൽ, ഇങ്ങനെ ആളുകളെ സ്വർഗത്തിലേക്ക് ആക്കാൻ കഴിയും, നരകത്തിന് അകറ്റാൻ കഴിയും, ഇതൊക്കെ ആളുകൾ ഇങ്ങനെ പറയുന്നതാണ്. എന്നിട്ട് മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അല്ലാഹ് ഒരു അധികാരം ഒരാൾക്കും ഇറക്കി കൊടുത്തിട്ടില്ല. ഈ യത്തബിഊന ഇല്ലല്ലന്ന, നിങ്ങൾ ഊഹത്തെയാണ് പിൻപറ്റുന്നത് എന്നല്ല പറയുന്നത്. ആ മതമാണെങ്കിലും പറയുന്നതിൻ്റെ സ്രോതസ് മനസ്സിലാക്കി വിശ്വസിക്കുക എന്നല്ലാതെ ഊഹങ്ങളിൽ പോകുമ്പോൾ അതിൻ്റെ അകക്കാമ്പിനെ തൊട്ടറിഞ്ഞ് ആത്മീയ വശങ്ങളോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത അവസ്ഥകളാണ് ഉണ്ടായിത്തീരുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്, ഊഹങ്ങളിൽ മിക്കതും എന്തായിരിക്കും? പിന്നെ കളവായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇപ്പൊ ഒരു മോഷണം നടന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളെ വീട്ടിലോ ഒരു സ്ഥലത്ത് ഒരു മോഷണം നടന്നു, ആരാ മോഷ്ടിച്ചതെന്ന് അറിയില്ല, നമ്മൾ ഓരോരുത്തരെയും സംശയിച്ചാലോ മോഷ്ടാവിനേക്കാൾ വലിയ കുറ്റം നമുക്കുണ്ടായിത്തീരുന്ന അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മോഷ്ടാവിനാർ വസ്തു മോഷ്ടിച്ച കുറ്റം ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളെന്ത് ചെയ്യും? ഓപ്പം ഇന്നലെ രാവിലെ ഇതിലെ വന്നീനിയല്ലോ, ഓനെറ്റാണാവോ, ഞാൻ ആ പൂട്ടിപ്പോയ അടിയിൽ ഒറ്റ ഈ മുറ്റത്ത് കൂടെ പോയിനി പറ, അവനെറ്റാണാവോ. ഊഹങ്ങൾ ഇങ്ങനെ വരികയാണ്. കാരണം നമുക്ക് നമ്മളെ സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് പറഞ്ഞു, മായസാൽ മസ്റൂഖു മിൻഹു, ഈ മോഷ്ടിക്കപ്പെട്ട ആളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആരുടേതാണോ സാധനം നഷ്ടപ്പെട്ടത് അവൻ എന്തായിത്തീരും? ഹത്താ യസീറ അഅ്ലമു മിന സാരിഖി, മോഷ്ടാവിനേക്കാൾ വലിയ കുറ്റവാളിയായി മാറും. കാരണം എന്താ? നിരപരാധിയായ മനുഷ്യനായിക്കൂടെ ഷോർട്ട് വേ നടന്നു പോയതാണ്, ഓനെ സംശയിക്കുക. എന്നിട്ട് പോലീസിൽ മോഷണത്തിന് പരാതി കൊടുക്കും. നിങ്ങൾക്ക് സംശയമുള്ള ആരാന്ന് ചോദിക്കും പോലീസ്. ആരെയാ സംശയം? സംശയമൊന്നുമില്ല, എന്നാലും എൻ്റെ വീട്ടിൽ ഒരുത്തൻ വന്നീനി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിരപരാധിയെ മോഷ്ടാവാക്കി മാറ്റിയാൽ മോഷ്ടിച്ചോം പിന്നെന്ത് ചെയ്താൽ ആലോചിച്ച് നോക്കി, ആ മോഷണ വസ്തു തിരിച്ചേൽപ്പിച്ചാൽ കഴിയും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരിക്കുകയാണ് പള്ളിയിൽ.
അപ്പൊ നബിയുടെ ഭാര്യ സഫിയ റളിയല്ലാഹു അൻഹ നബിയെ കാണാൻ വേണ്ടി ചെന്നു. അങ്ങനെ സംസാരിച്ചിരുന്ന് അല്പം നേരം വൈകിയപ്പോ സഫിയ തിരിച്ചു പോകാൻ ഒരുക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി പള്ളിയിൽ നിന്ന് ഇങ്ങനെ സഫിയ ഇങ്ങനെ അനുഗമിച്ചു, ഒന്നാണ്ട് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ കുറച്ച് ദൂര വഴിയിലൂടെ രണ്ട് ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആ പോകുന്ന ആളുകളെ റസൂലുള്ളാഹി വിളിക്കുന്നുണ്ട്, അലാ റിസ്ലിക്കുമാ, ഒന്ന് സ്ലോ, ഒന്ന് നിക്കി. എന്നിട്ട് ആ പോകുന്ന ആളുകളോട് പറഞ്ഞു, ഇന്നഹാ സഫിയത്തുൻ, നിന്റെ ഭാര്യ സഫിയാണ് കേട്ടോ, എന്റെ ഭാര്യ സഫിയാണത്. അപ്പൊ അവര് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, എന്തിനാ റസൂലെ ഞങ്ങളോട് ഇപ്പൊ ഇത് പറയുന്ന സംഗതി? അല്ലാഹുൽ പരിശുദ്ധ, നിങ്ങളെ ഭാര്യയോട് സംസാരിക്കുന്നത് അപ്പൊ നമ്മളോട് പറയണേ. പഴയ റസൂലുള്ളാഹി പറഞ്ഞ വാക്കെന്താ നിങ്ങള്? ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം, ശൈത്താൻ മനുഷ്യന്റെ രക്തത്തിലൂടെ രക്തമൊഴുകുന്ന പോലെ ശൈത്താൻ ഒഴുകും. എന്നിട്ട് പറയും, എന്ത് പറയും? ആ അതെ, നബിണ്ട് ഞങ്ങൾ പോരുമ്പോ വൈകുന്നേരം ഏതോ ഒരു പെണ്ണിനോട് വർത്താനം പറഞ്ഞിരിക്കണെന്ന് പറയും. ഏതാ അറിയില്ല, ഞങ്ങൾ പോരുമ്പോ ഏതോ ഒരു പെണ്ണുമായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ട് എന്ന ആളുകൾ പറയും എന്ന് ഒരു വെറുതെ നബിയെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ പരക്കുന്നത് എന്തിനാ? അപ്പൊ ആ തെറ്റിദ്ധാരണ പരക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇവർ തെറ്റായി വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും എന്നിട്ട് റസൂൽ അവസാനം പറഞ്ഞ വാക്കെന്താര്യങ്ങൾ, വഇന്നി ഖശീതു അൻ യുഖ്ദിഫ ഫീ ഖുലൂബികുമാ സൂഅൻ, നിങ്ങളെ മനസ്സിൽ ഒരു തെറ്റായ ചിന്ത ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് വിളിച്ചു പറഞ്ഞത് എന്ന് റസൂൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ തെറ്റായി ഊഹിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ആളുകൾക്ക് അത്തരം ഒരു തെറ്റായ അവസ്ഥ വരാതിരിക്കാനുള്ള ജാഗ്രത കൈക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. കാരണം എന്തുകൊണ്ടറിയോ? മനുഷ്യരുടെ സ്വൈര്യമായ ജീവിതത്തിന് സമാധാനത്തോടെ ജീവിച്ചു പോവാൻ അതിൻ്റെ ഒരു ആവശ്യകതയാണ് ഇത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ റമദാനൊക്കെ കടന്നു വരുന്ന സമയത്ത് പ്രത്യേകിച്ചും നമ്മുടെ മനസ്സുകളിൽ ശുദ്ധമായ മനസ്സാകുമ്പോൾ അത്തരം ഒരാളെക്കുറിച്ച് തെറ്റായ ഊഹങ്ങളും നിഗമനങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളും പറയാതെ സത്യസന്ധമായ നിലപാടുകളുമായി ഋജുവായ പാതയിൽ ദീനിൻ്റെ യഥാർത്ഥ സാരാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പിന്തുടർന്ന് പോവുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ.